ഇപ്പൊ ഒരു പാട്ട് ഞാനിപ്പോ ഒരു ഡ്രീം ഗേളിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കമ്മിറ്റ്മെന്റിനെ പറ്റിയൊക്കെ കമ്മിറ്റ്മെന്റ് ഒക്കെ വിട്ടു, കമ്മിറ്റ്മെന്റ് ഇസ് നത്തിങ്, അത് വിട്ടുമല്ലോ. ഒരു ഡ്രീം ഗേൾ എവിടെയോ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിട്ട് ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറഞ്ഞ അത് ഏത് പാട്ടായിരിക്കും? ഞാൻ പാട്ട് വെച്ചു കൊടുക്കും, ഞാൻ പാടില്ല. അല്ല, ആ കുട്ടിക്ക് സ്വന്തം വോയിസിലുള്ള പാട്ട് തന്നെ കേൾക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എന്നോട് നേരിട്ടൊന്ന് പറഞ്ഞൂടെ? ഇത് എന്തുവാ? ഇല്ല ഇല്ല, ഓൺലൈൻ ആണല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ ഇപ്പൊ ലോകത്തിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും കേൾക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് ആ കുട്ടിയുടെ ഇങ്ങോട്ട് വന്ന് കേൾക്കാൻ. ഞാൻ പറയുന്നത് ഡ്രീം ഗേൾ, ഇത് നമ്മളൊരു ഫാന്റസി സംഭവമാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് വേണ്ടി നമ്മളിപ്പോ ഒരു പാട്ട്. മനസ്സ് വിഷമിപ്പിച്ചു, കുഞ്ഞു മനസ്സ് വിഷമിപ്പിച്ച പാപം കിട്ടും. കുഞ്ഞു മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അത് ഡ്രീം ഗേള് പറയാൻ പറ്റില്ല. ഈ പാട്ട് കേട്ടിട്ട് നാളെ അത് ഞാനായിരുന്നു. അങ്ങനെ ഒരു പാട്ടുണ്ടോ? അങ്ങനെ ഇതൊരു ഡെഡിക്കേഷന്റെ ഭാഗമായിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും മനസ്സിൽ പെട്ടെന്ന് വന്ന് അത് പാടുക. നാളെ ഇത് ചിലപ്പോൾ റീൽസും സ്റ്റോറീസും ഒക്കെ ചിലപ്പോൾ ഇടാൻ ചാൻസ് ഉണ്ട് ഇപ്പം പിള്ളേർ. അതുകൊണ്ട് നല്ലോണം ആലോചിച്ച് നല്ല മിക്കവാറും ഇത് എനിക്ക് പൊങ്കാലയായിരിക്കും.